ദിവസം യവനെ നോക്കും, പിന്നെ ഞാൻ പുഴുത്ത പട്ടിയെപ്പോലെ നോക്കും എന്നവൻ അവിടെ നിന്ന് റോഡിൽ പോയപ്പോഴും പബ്ലിക്കായിട്ട് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഒരു മാസം മുമ്പ് ഈ കൊച്ചിന്, അതായത് കൈ ഒടിഞ്ഞിരുന്ന സമയത്ത് ഈ കൊച്ചിനെ ഷെയ്ഡിൽ ഇറക്കി നിർത്തിയിട്ടുണ്ട്. അറിയാലോ, സൈഡിൽ സൺ ഷെയ്ഡിൽ ഇറക്കി നിർത്തി. ആ ടൈമിൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയതിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് മുഴുവനും സോഷ്യൽ മീഡിയയിൽ എല്ലാം വന്നൊരു ന്യൂസാണ്. അഷ്കറും അഖിലയും ആ ഒരു പൊടി കുഞ്ഞിനോട് ചെയ്ത ക്രൂരത ഭയങ്കരമായി പോയി. ഭയങ്കരം എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യരായിട്ടുള്ളവർക്കത് പറയാൻ പോലും പറ്റത്തില്ല. അതുപോലുള്ള നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഭാരം ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത് പറയുമ്പം തന്നെ. അതുപോലെ ഒരു കൊച്ചിൻ്റെ അതിനെ ഇത്രയും ഉപദ്രവിക്കാനും ഇത്രയും അതിൻ്റെ എങ്ങനെ മനസ്സ് വന്നെന്ന് മനസ്സിലാകാത്തത്. അങ്ങനെ ഇത്രയും കുഞ്ഞിനെ ഉപദ്രവിക്കുന്നുണ്ടെന്നൊക്കെ സ്വന്തം അമ്മയായ ഈ അഖിലയ്ക്ക് അറിയായിരുന്നു. എന്നിട്ടും അവരെ ആ കുഞ്ഞിനെ നോക്കാൻ എല്ലാവരും തയ്യാറായിരുന്നു. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ തയ്യാറായിരുന്നു, ഈ അഖിലയുടെ അമ്മ തയ്യാറായിരുന്നു, അവരുടെ വീട്ടുകാർ തയ്യാറായിരുന്നു. ഇവർക്ക് ആർക്കും കൊടുക്കാതെ ഇവള് കൊണ്ടുപോയി ഉണ്ടാക്കി വെച്ച് അതിന് ഇതുപോലെ ഉപദ്രവിക്കാൻ ഒരു കുഞ്ഞു വെച്ച് ഞാൻ ചില സമയത്തൊക്കെ ഓർക്കാറുണ്ട് കേട്ടോ. ദൈവം ഉണ്ടോ എന്ന് തന്നെ ഓർക്കാറുണ്ട്. കാര്യം ഒരു തെറ്റും ചെയ്യാത്ത ഒരു പൊടി കുഞ്ഞിനോട് ഇത്രയും ദ്രോഹം ഇവനൊക്കെ ചെയ്തിട്ട് ഇവനെയൊക്കെ ഒരു ഉറുമ്പ് പോലും കടിക്കാതെ പോയല്ലോ എന്ന് ഓർക്കുന്നത്. ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടായിരുന്നു, 2 കൊച്ചു കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് ചൂട് സമയത്ത് തലേണക്കടിയിൽ പാമ്പിരുന്ന് ആ കുഞ്ഞുങ്ങൾ കടിച്ചു. അതൊക്കെ നമ്മൾ കണ്ടപ്പോൾ അതൊക്കെ നമുക്ക് അവരൊക്കെ കരുത്തിൽ സഹിക്കത്തില്ല. കുഞ്ഞുങ്ങളൊക്കെ നഷ്ടമായി. ഇവനെ പോലെയുള്ളവനൊക്കെ ഒരു കട്ടുറുമ്പ് പോലും കടിക്കാതെ ഇവനൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ ദൈവം ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ച് പോകുന്നത്. എത്ര ഇതുപോലെ നമുക്ക് എത്ര ശത്രുവാന്ന് പറഞ്ഞാൽ പോലും ഒരു മനുഷ്യനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദേഷ്യത്തിനാരിലും എന്തെങ്കിലും ചെയ്തു പോയെന്ന് പറഞ്ഞാലും പിന്നെ ഒരു പശ്ചാത്താപം ഉണ്ടാവും. അത് വേണ്ടായിരുന്നു, അല്ല അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷേ ഇവനൊക്കെ ഭയങ്കര സൈക്കോയാണ്. തന്നെയല്ല, അതിനേക്കാൾ വലിയ ഫ്രോഡാണ് ഈ അഖില എന്ന് പറഞ്ഞോളൂ. ഈ അഖില ആദ്യം ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. അയാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് അയാളുടെ കുഞ്ഞിനെ ഗർഭിണിയായിട്ട് ഇരിക്കുന്ന സമയത്ത് വേറൊരാളുടെ ഇഷ്ടമാകുന്നു. ആ ആളോട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവരുടെ ഭർത്താവ് അറിയുന്നു. ഭർത്താവ് അറിഞ്ഞാൽ ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഭർത്താവ് മരിക്കാൻ കാരണമായവനെ ഉപേക്ഷിച്ചിട്ട് അടുത്തത് ഈ ആഷിഖ് എന്ന് പറഞ്ഞവൻ്റെ പുറകെ പോയത്, അവൻ്റെ കൂടെ ജീവിക്കുന്നു. അവനാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു ക്രിമിനല്. അവളും മോശമൊന്നുമല്ല, അവളും ക്രിമിനൽ തന്നെയാണ്, ഇവനും അതെ. ഇവൻ അതിനേക്കാൾ വലിയൊരു ക്രിമിനല്. എന്നിട്ട് ഇവള് വന്നിച്ച് ആ കൊച്ചിനെ ഇവൻ്റെ കൊടുക്കുന്നു. ഇവൻ ആ കൊച്ചിനെ ആക്രമിക്കുന്നതെല്ലാം നോക്കിയിരിക്കുന്നു, ഒന്നും മിണ്ടാതിരിക്കുന്നു. ആ കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞ ഒരു വീഡിയോ നമുക്ക് സോഷ്യൽ മീഡിയ മൊത്തം ഉണ്ട്. നമുക്കത് കണ്ടു കഴിഞ്ഞിട്ടല്ല, ആ കുഞ്ഞിൻ്റെ ഒരു നോട്ടോ ഇരിപ്പും കണ്ടോ, എത്ര പാവമുണ്ട്. നമുക്ക് നമ്മുടെ ആരുമല്ല, എന്നിട്ട് പോലും നമുക്ക് അതിനെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അതിന് ജന്മം കൊടുത്ത് അവൾക്കൊരു സങ്കടവും തോന്നുന്നില്ല ഒന്നും കണ്ടിട്ട്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കുഞ്ഞ് സൈക്കിളിൽ നിന്ന് വീണാണ് കൈ ഒടിഞ്ഞതെന്ന് പറഞ്ഞ് ഇവർ ഹോസ്പിറ്റലിൽ പോയി. ഈ ഹോസ്പിറ്റലുകാർക്ക് അറിയാമല്ലോ ഒരു കുഞ്ഞ് സൈക്കിളിൽ നിന്ന് വീണാൽ എങ്ങനെയെല്ലാം പരിക്കുകൾ പറ്റുമെന്ന് അറിയാമല്ലോ. അവരാരും ഒരു സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല. ഇതൊക്കെയാണ് മനസ്സിലാകാത്തത്. ആ കുഞ്ഞ് ചെന്നു, അതിൻ്റെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടു. ആ ഒരു സമയത്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നി, അത് സൈക്കിളിൽ നിന്ന് വീണത് തന്നെയാണോ എന്നുള്ള സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു പരാതിയായിട്ടത് സ്റ്റേഷനിലോട്ട് വിടാൻ. ഹോസ്പിറ്റലിൽ നിന്ന് വിടുമ്പോൾ അവർ പോലീസുകാരോട് വന്നോളും, വന്ന് നോക്കി കാര്യങ്ങൾ നടത്തും. അതുണ്ടായിട്ടില്ല. അതൊക്കെയാണ് മനസ്സിലാകാത്തത്. പിന്നെ അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഈ അഖിലയുടെ അമ്മ, അവർ കൊണ്ടുപോയി പരാതി കൊടുത്തായിരുന്നു. ഈ കുഞ്ഞിനെ വേണം, ഇതിനെ അവർ ആക്രമിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ കൊണ്ടുപോയി പരാതി കൊടുത്ത് ഇവർ കുഞ്ഞിനെ മേടിക്കാന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തിട്ട് ഈ മാസം 4-ാം തീയതിയോ അങ്ങാണ്ട് അവരോട് പരാതി കൊടുക്കും. 5-ാം തീയതി എല്ലാം പറഞ്ഞ് അവർ ഓരോ ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഇത്രയും കാലതാമസം എടുത്തു. ആ ഒരു കുഞ്ഞ് അവിടെ വന്നേച്ച് ഇവരും ആ കൊച്ചും അഖിലയും പിന്നെ ഈ അഷ്കറും ആ കൊച്ചും കൂടെ വന്നേച്ച് പോകുന്ന സമയത്ത് അവിടെയുള്ള പോലീസുകാർ പറയുന്നുണ്ട് ഇതിൽ എന്നതൊക്കെ ഉണ്ട്, അവൻ ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടും അവരാരും ഒരു നിയമ നടപടിക്കൊന്നും ആ പരാതി കൊടുത്തിട്ട് പോലും അതൊന്ന് സ്ട്രോങ് ആക്കാനോ ഒന്നും ശ്രമിച്ചില്ല. പിന്നെ ഈ കുഞ്ഞ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ആരും സഹതപിച്ചിട്ട് കാര്യമില്ല. ഇതിങ്ങനെ ആ നാട്ടുകാർ അവനെ അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അടിക്കാനിട്ട് ഓടിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെങ്കിലും നിങ്ങളിത് കണ്ടു. ആ കൊച്ചിനെ ഇങ്ങനെ ആ ടെറസിൻ്റെ മേളിൽ സൈഡിൽ ബർത്തയിൽ ഇങ്ങനെ നിർത്തിയേക്കുന്ന കണ്ടു. ആ കുഞ്ഞോട് താഴെ വീഴുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ എടുത്തുകൊണ്ട് പോയി. അതുപോലെ അത് ആ കൈയും വേദ ആ റോഡിൽ കൂടെ ഒക്കെ കയറി വരികയും അങ്ങനെ അതിനെ ശരിക്കും ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ളതും എല്ലാ മനുഷ്യർക്കും മനസ്സിലായി. അന്നേരം ഒന്നും ഈ പൊതുജനമൊന്നും അവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ പോലീസുകാർ വന്നു കഴിയുമ്പോഴത്തേക്ക് പോലീസുകാർ ഇവനെ കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവനെ തല്ലാൻ ചെല്ലും, തൊഴിക്കാൻ ചെയ്തത്. അന്ന് അവിടെയുള്ള ഏതെങ്കിലും ഒരു നാട്ടുകാർ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇന്നും ജീവനോടെ കണ്ടായിരുന്നത്. പിന്നെ ഇവളൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് ഇതിനൊക്കെ വളർത്താൻ മേലെങ്കിൽ ഇവളൊക്കെ ഇതിനെ ഉണ്ടാക്കാതിരുന്നു കൂടെ. കുഞ്ഞുമുണ്ടായി അതിനെ ഈ കണ്ണുമുന്നിലിട്ട് ഈ ഇത്രയും ആക്രമിക്കുന്ന കണ്ടിട്ടും ഒരു വിഷമവും ഇല്ലാതെ അത് കണ്ട് അവൻ്റെ കൂടെ തന്നെ പിന്നെയും ജീവിക്കാനും പോയിരുന്നു ഇവളൊക്കെ. എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാതെ എത്രയോ മനുഷ്യർ വിഷമിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും എനിക്കറിയുന്ന ഒരുപാട് ഫാമിലിയുണ്ട്. അവരിപ്പോഴും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊണ്ട് നടക്കുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി. അങ്ങനെയുള്ളവർക്ക് കൊണ്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ എന്തോ ഒരു അമ്മത്തൊട്ടിലുണ്ട്, അവിടെ കൊണ്ട് ഇടായിരുന്നല്ലോ. അമ്മത്തൊട്ടിൽ ഇടാനായിട്ട് ഇവരുടെ പ്ലാൻ ഇട്ടെന്നോ അത് ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ അച്ഛൻ
അറിഞ്ഞിട്ട് അദ്ദേഹം നിയമപരമായിട്ട് മുന്നോട്ട് പോയി. പിന്നെ ഒരു കാര്യമുണ്ട്, നിയമപരമായിട്ടൊക്കെ മുന്നോട്ട് പോയാലുണ്ടല്ലോ വർഷങ്ങളെടുക്കും എന്നിലൊക്കെ ഒരു കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടണമെങ്കിൽ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളിതിനൊക്കെ ഇറങ്ങി തിരിക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഇറങ്ങി തിരിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ചെന്ന് പരാതി കൊടുക്കുമ്പോഴത്തേക്ക് അവർ പറയും അറിയിക്കാം, വിളിക്കാം, പൊക്കോ എന്ന് പറയും. പിന്നെ ആരെങ്കിലും ഒരെണ്ണം തൊലഞ്ഞാലേ ഉള്ളൂ പിന്നെ അതൊരു ന്യൂസ് ആകുന്നതും ഇവർക്കൊരു ചൂടാകുന്നത്. പക്ഷേ ഇവന് ബേഷ്ക്ക് കിട്ടിയിട്ടുണ്ട്, അത് സംശയമില്ല. അവൻ്റെ നടപ്പ് കാണുമ്പോൾ അറിയാം. അവനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവന് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്ക് കേരള പോലീസിൻ്റെ ഒരു അഭിമാനം തോന്നി. കാര്യം കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. അവന് ശരിക്കും അവൻ്റെ തല പോലും ഉയരുന്നില്ല, അതുപോലെ കൊടുത്തിട്ടുണ്ട് അവനിട്ട്. അങ്ങനെ കൊടുക്കണം ഇവരിട്ടൊക്കെ, നല്ലത് കൊടുക്കണം. പിന്നെ നമ്മുടെ നിയമം ഒട്ടും സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും 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 ഉണ്ടായിക്കൊണ്ട് ഇനിയും ഉണ്ടാകും, ഇനി ഇതിനപ്പുറം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ വരുന്ന ഒരു മന്ത്രിസഭയെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിന് നല്ല തക്കതായിട്ടൊരു നിയമം ഉണ്ടാക്കുവാണെങ്കിൽ, അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരിങ്ങനെയുള്ളൊരു ചെയ്താൽ ഇങ്ങനൊരു ശിക്ഷ വരും എന്നുള്ളൊരു ഇതും കൂടെ വരുവാണെങ്കിൽ ഈ ജനങ്ങളൊക്കെ ഒന്ന് പേടിക്കും. ഒരാളെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളോടുള്ള ഈ ദ്രോഹമെങ്കിലും കുറഞ്ഞു കിട്ടും. കൊച്ചു പിള്ളേരെ പീഡിപ്പിക്കുക, ഇങ്ങനെ ആക്രമിച്ച് കൊല്ലുക എന്നതൊക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണെങ്കിൽ നടക്കുന്നതെന്ന് ഓർക്കണേ. ഇതൊക്കെ കേൾക്കുമ്പം നമ്മൾ സിനിമയിൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. വേണ്ടെന്നുണ്ടെങ്കിൽ പേര് വഴിയിലിട്ടേ ആരെങ്കിലും എടുത്തുകൊണ്ട് പൊക്കോളും. നിനക്കൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് നീയൊക്കെ കൊണ്ട് കളഞ്ഞങ്ങ് പൊക്കോ, അതിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പൊക്കോളും. ഈ കൊല്ലാക്കൊല ചെയ്യാതിരിക്കരുതോ. അതുപോലെ ഈ അഷ്കർ പാലക്കാട് നിന്നൊരു പെങ്കൊച്ചിനെ കല്യാണം, നല്ലൊരു പെൺകുടിച്ചോട്ടെ, നല്ല രസമുണ്ട് അതിനെ കാണാനായിട്ട്. അതിനെ കല്യാണം കഴിച്ച് അവരുടെ വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു ഇവൻ പന്ന സ്വഭാവമാണ്, ഭയങ്കര മോശമായിട്ടുള്ളൊരു വ്യക്തിയാണ്, അതുകൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുതെന്ന്. ആ അഷ്കറും ഈ കൊച്ചും കൂടി ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടുകാരെല്ലാം എതിർത്തിട്ട് ഈ പെങ്കൊച്ച് സമ്മതിക്കത്തില്ല. പ്രേമം തിരക്കി പിടിച്ചാൽ പിന്നെ അങ്ങനെയാണല്ലോ, ആരെന്നെ പറഞ്ഞാലും മനസ്സിലാകുകയില്ല, പിന്നെ അനുഭവിച്ച് തിരിച്ചു വരുള്ളൂ ചിലതൊക്കെ. എന്നിട്ട് ഈ പെങ്കൊച്ചിനെ കല്യാണം കഴിപ്പിക്കുന്നതിനെ പറ്റി ഇവരിങ്ങനെ ആലോചിച്ച് നിന്നിട്ട് വേണോ വേണ്ടിയോ എന്നുള്ളതിലേക്ക് നിന്ന് അവരെന്ത് ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്യാനും അതിൻ്റെ കര്യങ്ങൾക്ക് അതിന് കല്യാണം സ്വന്തം ജാതിയല്ലേ നടത്തി കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പുറകെ പോയ സമയത്ത് ഇവൻ്റെ അമ്മയും കൂടെ ചെന്ന് ആ പെങ്കൊച്ചിനെ അവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നു. ഇവനൊരു പെങ്ങളുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഇവനും. ഈ 3 എണ്ണം ക്രിമിനൽ മൈൻഡ് ശരിക്കുള്ള വ്യക്തികളാണ്. ഇതിനെ അവിടെ കൊണ്ടുചെന്ന് 2 ദിവസം കഴിയുമ്പോൾ തൊട്ട് ഇതിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇതിൻ്റെ 2 കൈയും കൂടെ കൂട്ടി ചെവിക്കിട്ടടിക്കുക, മുഖത്തിനിട്ടടിക്കുക, തല പിടിച്ച് ഭിത്തിക്കിട്ടിടിപ്പിക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം ഇതിനെ അടിക്കുക അതിൻ്റെ ചെയ്ത് ഇത് മയങ്ങി താഴെ വീണു. താഴെ വീണപ്പോഴത്തേക്ക് ഇതിനെ ഫാനി കെട്ടി തൂക്കാനായിട്ട് ഈ അമ്മയും മോനും ഇവൻ്റെ പെങ്ങളും കൂടെ ശ്രമിച്ചെന്നുള്ളതാണ്. എന്നാ നാറിയ മനുഷ്യരൊക്കെയാന്ന് ഓർത്ത് നോക്കുകയാണേ. സാധാരണ സ്ത്രീകൾക്കെങ്കിലും ഒരിച്ചിരി അനുകമ്പ വരും, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് വേണ്ടാന്നെങ്കിലും പറയും. അതിനെ കെട്ടി തൂക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിന് ബോധം തെളിഞ്ഞു. അന്നേരത്തേക്ക് പിന്നെ അതിനെ വിട്ടു. എന്നുവെച്ചാൽ അടിച്ചങ്ങണ്ട് എന്നതോ പറ്റിയെന്ന് ഓർത്ത് പേടിച്ച് കാണിച്ച പരിപാടിയാണ്. എന്നിട്ട് നാട്ടുകാർ ആ പെൺകൊച്ചിൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളിതൊന്നും അറിയുന്നില്ല, നിങ്ങളുടെ മോളായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നു, അങ്ങനെ ചെല്ലാന്ന് പറഞ്ഞ് അങ്ങനെ അവർ ചെന്നപ്പോഴത്തേക്കും ഇതിനെ അന്നേരത്തേക്ക് തല പിടിച്ച് ഭിത്തിക്ക് ഇടിപ്പിച്ച് ഇതിനെ ഒരു കോമ സ്റ്റേജിലാക്കി കഴിഞ്ഞു കൊച്ചിനെ. അങ്ങനെ അവർ അതിൻ്റെ ബ്ലഡ് എന്തോ ക്ലോട്ട് ആവുകയോ ഒക്കെ ചെയ്ത് അത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വ്യക്തമാകുന്നില്ല, ശരിക്കും കഷ്ടമുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഇരിപ്പും പറച്ചിലൊക്കെ കണ്ടിട്ടുണ്ടോ നമുക്ക് സങ്കടം വരും. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നിയമത്തെ നമ്മൾ വെറുത്ത് പോകുന്നത്, വെറുപ്പായി തോന്നുന്നത് നമ്മുടെ നിയമത്തെയൊക്കെ. ബ്ലഡ് ക്ലോട്ടായി അത് പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നമായി മാറുകയായിരുന്നു. ഇപ്പോൾ ആമിന നമ്മളോടൊപ്പം ചേരുകയാണ്. മോളെ എന്താ ഉപദ്രവിക്കുമായിരുന്നോ? തള്ളിയും മോനും പെങ്ങളും മുൻപേലും കൂടി ഇങ്ങനെ ആവാനുള്ള ദിവസം എന്താ സംഭവിച്ചത്? 3 പേരും കൂടി തല പിടിച്ചിടിച്ചല്ലേ? പിന്നെ മോളെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എന്നെ അടിക്കും, വെള്ളത്തെ പിടിച്ച് പൊക്കി. എത്ര കഷ്ടമാണെന്ന് ഓർത്തിരിക്കണം. നമ്മുടെ ഇവിടെ നിയമമുണ്ട്, സ്ത്രീകളെ ഒരു സെക്കൻഡ് നോക്കി നിന്നാൽ അവരെ പിടിച്ച ഭയങ്കര നിയമമാണ്. നിയമം വെച്ച് നോക്കുമ്പോഴല്ലോ വേറെ ഒരു രാജ്യത്തും കാണില്ല ഇത്രയും നിയമം. സ്ത്രീകളെ നോക്കാനൊക്കത്തില്ല, തിരിയാനൊക്കത്തില്ല, ഒന്നും പറ്റത്തില്ല. പക്ഷേ സ്ത്രീകൾക്ക് ഒരാവശ്യം വരുമ്പോഴത്തേക്ക് ഒരു നിയമം ഇവിടെ കാണാറില്ല. ഈ കൊച്ചിനെയൊക്കെ ഇത്രയും ആക്രമിച്ചു കഴിഞ്ഞ് ഇവർ പരാതിക്ക് പോകാൻ പേടിച്ചെന്ന് ഈ പെൺകൊച്ചിനോട് പറഞ്ഞു കൊടുത്തു, നിൻ്റെ അമ്മയെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലും, അപ്പനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലും, ആങ്ങളെ കൊച്ചിനെ കൊല്ലും എന്നൊക്കെ ഇവരോട് പറഞ്ഞു കൊടുത്തു. ഇതിൻ്റെ ആങ്ങളും മരിച്ചു പോയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ ഈ പെണ്ണിന് പേടിയായിപ്പോയി. അതുകൊണ്ടാണ് ഇത് അവിടെ നിന്നുള്ള തല്ലും തൊഴിയെല്ലാം മേടിച്ച് കിട്ടിയത്. അതെല്ലാം പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോന്നു. തിരിച്ച് ചെല്ലുമ്പോൾ നാട്ടുകാരുടെ വായിരിക്കുന്ന കേൾക്കണം, വീട്ടുകാരുടെ വായിരിക്കുന്ന കേൾക്കണം, എല്ലാം കൂടെ കേൾക്കുമെന്നും കൂടെ വിചാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ തന്നെ നിന്ന് കാണും ഈ തല്ലും തൊഴിൽ എല്ലാം മേടിച്ചിട്ട്. ഞാൻ കാരണം എൻ്റെ കൂടപ്പുറപ്പം അമ്മയും അപ്പനും മരണപ്പെടേണ്ടെന്നും കൂടെ വിചാരിച്ചുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു പെൺകുട്ടിയോട് ഇത്രയും ക്രൂരത കാണിക്കാൻ ഇവനെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു 1.5 വയസ്സുള്ള കൊച്ചിനോട് ഇവൻ എന്നതാണ് ചെയ്യാൻ പാടില്ലാത്തത്? ഇത്രയും പ്രായം, ഇത്രയും ആരോഗ്യമുള്ളൊരു വലിയ പെൺകുട്ടിയോട് ഇവൻ ഇത്രയൊക്കെ ചെയ്തെങ്കിൽ ഈ 1.5 വയസ്സുള്ള കൊച്ചിനെ അവൻ എന്നതാണ് ചെയ്യാൻ പാടില്ലാത്തത്? അവൻ എന്നതാ ചെയ്യാത്തതാ കൊച്ചിനെ? അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ തലയ്ക്കകത്ത് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. തലയ്ക്കകത്തൊരു പെരുപ്പ് മാതിരിയാണ് നമുക്കത് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോഴത്തേക്ക്. ഒരു മനുഷ്യരും ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നാട്ടുകാർ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന നാട്ടുകാരെല്ലാം ഈ പോലീസുകാർ വന്നപ്പോഴത്തേക്ക് അടിക്കാൻ ചെന്നത്. അതിൽ കുറേ കമൻറ്റുകൾ കണ്ട് നാട്ടുകാരോട് വിട്ടുകൊടുക്കുക, പോലീസിനോട് പറഞ്ഞു. സിനിമയിലൊക്കെ നടക്കും അതൊക്കെ. ഇപ്പം അവനൊരു ക്രിമിനലാണെന്ന് പറഞ്ഞാലും ആ പോലീസുകാരുടെ സംരക്ഷണയിലാണ് വന്നിരിക്കുന്നത്. എന്നതെങ്കിലും അവന് പറ്റി പോകാന്നുണ്ടെങ്കിൽ ആ വന്ന് അത്രയും പോലീസുകാരൻ പണിയാണ് പോകുന്നത്.
അതൊക്കെ മനുഷ്യർ ചിന്തിക്കുന്നില്ല. നാട്ടുകാരുടെ ഇടയിലേക്ക് വിട്ടതാ. സിനിമയിലൊക്കെ നടക്കും. എന്നാ കൊണ്ടുപോക്കോ. നമ്മൾ പൃഥ്വിരാജിൻ്റെ ഒക്കെ ഒരു സിനിമയ്ക്കകത്ത് സിദ്ദിഖ് അനങ്ങാതെ നിൽക്കുന്നുണ്ട്. നാട്ടുകാർ കൈകാര്യം ചെയ്ത് തീർത്തോട്ടെ എന്ന് ഓർത്തൊന്നും ചോദിക്കുന്നുണ്ട്. ഇവനെയൊക്കെ കൊണ്ടുപോയിട്ട് എന്നാ കാണിക്കാനാ? ഒരുത്തൻ തിന്ന് കൊഴുത്ത് കിടക്കുന്നില്ലേ, അതുപോലെ ആകാനാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സിനിമയിലൊക്കെ നടക്കും. അത് സിനിമയാണ്. പക്ഷേ ജീവിതത്തിൽ അത് പറ്റത്തില്ല. അവർ ആ നിൽക്കുന്ന അത്രയും പോലീസുകാരുടെയും പണിയിലാണ് അത് ബാധിക്കുന്നത്. അവരുടെ ജോലിയെ ബാധിക്കും. അവൻ എന്നതെങ്കിലും സംഭവിച്ചു പോയാൽ. അല്ലെങ്കിൽ പോലീസുകാരൊക്കെ വരുന്നതിന് മുമ്പേ നാട്ടുകാർ കയറി കൈകാര്യം ചെയ്യണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവനെ പോലുള്ളവനൊക്കെ അതാണ് ചെയ്യേണ്ടത്. ആ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേട്ട് നോക്കാവേ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഞാനും പിന്നാലെ പോയതാണ്. ഈ കുട്ടിയുടെ കാലിലെ മുറിവ് വേണ്ടി ഇവനോട് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ്. കുട്ടിയുടെ കാലിലെ മുറിവ് എന്താ? സിഗരറ്റ് കുറ്റി വെച്ച് കുത്തിയതുപോലുള്ള പാടായിരുന്നു. ഏകദേശം 6ഓളം പാടി ഈ കുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ചൂടുവെള്ളം വീണത് എന്നാണ് പറയുന്നത്. വീണ്ടും ഞാൻ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അവൻ കരഞ്ഞ് അഭിനയിച്ച് അതിനുശേഷം ഇവിടുത്തെ മറിയം ഹോസ്പിറ്റലിലെ ഡോക്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെന്ന്. അതിനുശേഷമാണ് റെഫർ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും ഇവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറ്റാനുള്ള തന്ത്രപ്പാടാണ് അവൻ ചെയ്തത്. അതായത് ഈ കൂടെ നിൽക്കുന്ന ഈ നാട്ടുകാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. കുട്ടിക്ക് ചോറ് കൊടുത്തപ്പോൾ ഈ കുട്ടി വൊമിറ്റ് ചെയ്ത് ഛർദ്ദിച്ചു മരണപ്പെട്ടു എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ ഇവന്റെ അളിയൻ അൻസൽ എന്ന് പറയുന്ന ഇവന്റെ അളിയൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൻ പറഞ്ഞ കാര്യമാണ്. കയറി വരുമ്പോൾ ഈ കുട്ടി കണ്ണ് രണ്ടും അടച്ച് തല കുമ്പിട്ട് കിടക്കുന്ന കുട്ടിക്ക് അവൻ ചോറ് വാരി കൊടുക്കുകയാണ്. അതായത് അവൻ കുട്ടിയെ മുൻപേ കൊന്നിട്ട് ചോറ് കൊടുത്തപ്പോൾ മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ഇവന്റെ അളിയനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇവൻ ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നതിൻ്റെ പകുതി വീറും വാശി ആ കൊച്ചിൻ്റെ കാലിൽ സിഗരറ്റ് കുറ്റിക്കൊണ്ടാണ് കുത്തിയേക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നല്ലോ. നിങ്ങൾക്കത് മനസ്സിലായി. പൊള്ളിയത് അങ്ങനെയാണെന്നുള്ള മനസ്സിൽ നിങ്ങൾ ആരെങ്കിലും അന്നേരം അനങ്ങുമോ? ഈ കുഞ്ഞിൻ്റെ അതാ പറഞ്ഞത്, നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. ജീവൻ പോകുന്നിടം വരെ നോക്കി നിൽക്കും. ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ തല്ലാനും തൊഴിക്കാനും പിന്നെ മീഡിയക്കാരായി ഇല്ലാത്ത ബഹളമായി. അതിന് മുമ്പ് ഇതൊന്നും ആരും കാണുകയില്ല. ആ കുഞ്ഞിൻ്റെ കൈ രണ്ടും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്ക് ഒരു സംശയവും തോന്നിയില്ല. സൈക്കിളിൽ നിന്ന് ഒരു കുഞ്ഞ് വീണു എന്നും പറഞ്ഞുകൊണ്ട് കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇടാൻ ചെന്നപ്പം ഈ സൈക്കിളിൽ നിന്ന് അത്രയും കൈ ഒടിയണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ ദേഹത്തോ മുഖത്തോ വേറെ എങ്ങും ഒരു ചെറിയൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ വീഴുന്ന കുഞ്ഞിൻ്റെ മുഖം ചെന്ന് ഇടിക്കും, ചുണ്ടു പൊട്ടും, എന്നതെല്ലാം സംഭവിക്കും. ആ 2 കൈ ഒടിയുന്ന രീതിക്ക് അത് വീണെന്നുണ്ടെങ്കിൽ അത് വിശ്വസിച്ച് അതിൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് വീണ്ടും ഈ നാശം പിടിച്ചതിൻ്റെ കിടക്കിലേക്ക് വിട്ടുകൊടുത്ത കുഞ്ഞിനെ. അവിടെ വെച്ച് അവർക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം ഒരു പോലീസിൽ അറിയിച്ചിരുന്നെങ്കിൽ അന്നേ ഇത് തെളിഞ്ഞിരുന്നേ. ആ കുഞ്ഞ് ഇന്നും ജീവനോടെ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ഇരുന്നായിരുന്നേ. അവളുടെ ഒരു ഇളിയും വരവും നിങ്ങൾ കണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ മൊത്തം അതേ ഉള്ളൂ. അവളുടെ ഒരു ഇളിയും വരവും കണ്ടാൽ തോന്നുന്നു അവളെ ഏതാണ്ട് അവാർഡ് മേടിച്ചേച്ച് വരുവാന്ന്. അതുപോലെയാണ് ആ കുഞ്ഞിനെയും കൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു പയ്യൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വന്നേച്ച് പറയാനും എടുക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. എന്നാൽ ഇവരൊക്കെ ആ സമയത്ത് ഒന്ന് ശബ്ദം ഉയർത്തിയിരുന്നെങ്കിൽ ഇവനൊക്കെ ഇത്രയും തോന്നിവാസങ്ങൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് കാണിക്കുകയില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു മാസം മുമ്പ് ഈ കൊച്ചിന്, അതായത് കൈ ഒടിഞ്ഞിരുന്ന സമയത്ത് ഈ കൊച്ചിനെ ഷെയ്ഡിൽ ഇറക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അറിയാലോ, സൈഡിൽ സൺ ഷെയ്ഡ് ഇറക്കി നിർത്തി. ആ ടൈമിൽ 2 കൈ ഒടിഞ്ഞതാണ്. ആ പേടിച്ച് ആ കൊച്ച് ചേർന്നിരിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാക്സിമം പറഞ്ഞ് നമുക്ക് പറയാനേ പറ്റുള്ളൂ. അവൾ പറഞ്ഞ് കൊച്ചിനെ അപ്പം തന്നെ എടുത്തുകൊണ്ട് താഴോട്ട് വന്നതാണ്. അത് കഴിഞ്ഞ് ആ 2 കൈ ഒടിഞ്ഞിരുന്ന കൊച്ചി നിങ്ങൾ വന്ന വഴിയില്ലേ, ആ വന്ന വഴി തേരി കയറി മേള് വരെ വന്നിട്ടുണ്ടായിരുന്നു. അന്നും നമ്മൾ ആ പെൺകൊച്ചിന്, അതായത് ആ മരിച്ച കുട്ടിയുടെ അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ കൊച്ചിനെ മേലോട്ട് കാണാനില്ല. കാരണം എൻ്റെ വീട്ടിൽ ട്യൂഷൻ വന്നതാണ്. ഇവിടുത്തെ മൂത്ത, അതായത് കൊലപാതകം ചെയ്ത പുള്ളിയുടെ സഹോദരൻ്റെ 2 മക്കളും എൻ്റെ വീട്ടിലാണ് ട്യൂഷൻ വന്നത്. അങ്ങനെ ആ കൊച്ചിന് നമ്മളെ വീട്ടിലോട്ടുള്ള വഴിയെല്ലാം അറിയാം. അങ്ങനെ ഈ കൊച്ച് മേലോട്ട് കയറി പറഞ്ഞ വഴിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ ശേഷം ഈ കൊച്ചിനെ കാണാനില്ല. മേലോട്ട് കാണാനോ അങ്ങനെ ഒന്നുമില്ല. ഈ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇതാണ് പറഞ്ഞത്. പോലീസിൻ്റെ സംരക്ഷണം വരുമ്പോഴത്തേക്ക് ഇവനെ ഞോണ്ടാൻ ചെന്നാൽ ഇവനെ കിട്ടത്തില്ല. പിന്നെ കിടന്ന് കുറേ ഷോ കാണിക്കാം, മീഡിയയുടെ മുന്നിൽ കിടന്ന് കുറേ ഷോ കാണിക്കുക. അത്ര എനിക്ക് തോന്നിയുള്ളത് കണ്ടപ്പോഴത്തേക്ക്. ഇത്രയെല്ലാം ഈ നാട്ടിൽ സംഭവിച്ച് ഈ ആൾക്കാരെല്ലാം കാണുകയും ചെയ്തു, എടുക്കുകയെല്ലാം ചെയ്തു. ആർക്കും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇതെല്ലാം സംഭവിച്ച കുഞ്ഞ് അനുഭവിക്കാനുള്ള മൊത്തം അനുഭവിച്ച് അതിൻ്റെ ജീവനും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെന്നു. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ട്രെയിനകത്ത് നടന്ന സംഭവം. അത് ആ പെൺകുട്ടി അത് കണ്ടില്ലായിരുന്നെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ കേൾക്കുന്നത് ഒരു ദുരന്ത വാർത്തയാണ്. അന്നേരം വരും ഈ കുറേ സ്ത്രീ സംരക്ഷകരും കുറേ ബാലാവകാശ കമ്മീഷന്മാരെന്ന് പറഞ്ഞ കുറേ എണ്ണങ്ങൾ, അങ്ങനെയൊക്കെ കുറേ എണ്ണങ്ങൾ അന്നേരം വരും. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരെന്നാ വേറെ വല്ല പരിപാടിക്കും പോയേക്കുവാണ് ആ സമയത്ത്. ഇതൊക്കെ എന്തിനുണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഒരു നീതി ഒരു സ്ത്രീകൾക്കാട്ടെ അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾക്കാട്ടെ ഒരു നീതി ഒന്നും കിട്ടുന്നില്ല. ആരും മാറി ഭരിച്ചാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവനെയൊക്കെ തൂക്കി കൊല്ലുക തന്നെ ചെയ്യണം. ഒരൊറ്റ ഒരെണ്ണത്തിന് ശിക്ഷ കൊടുത്താൽ മതി. പിന്നെ ഒരുത്തൻ പേടിക്കും ഇങ്ങനൊരു തോന്നിയാസം കാണിക്കാനായിട്ട്. പിന്നെ ഒരുത്തൻ ശരിക്കും പേടിക്കും. ഇവനെ കൊണ്ടല്ല, കൈ വെച്ചങ്ങ് തല്ലി ചതച്ചേച്ച് വേണം ഇവനൊക്കെ ബാക്കി നിയമ നടപടിക്ക് പോകാനായിട്ട്. തന്നെ ഈ പുള്ളിക്കാരുടെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. അത് കേട്ട് നോക്കുമ്പോഴും നമുക്കറിയാം. അവർ പരാതി കൊടുത്തു, പോലീസുകാർ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്.
ഇവർക്കൊക്കെ ഇതെല്ലാം കണ്ടിട്ടും അവനൊരു ക്രിമിനലാണെന്നും അവൻ ആ കുഞ്ഞിനെ ഒരു ശരിക്കും ഉപദ്രവിക്കുന്നുണ്ടെന്നും എല്ലാം മനസ്സിലായിട്ടും പിന്നെയും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെയൊക്കെ കൂടെ കുഞ്ഞിനെ കൊടുക്കാനുള്ള നിയമ നടപടികൾ ഇവർക്ക് ആ നിമിഷം തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് അതല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു ന്യൂസ് ചാനൽ വിളിച്ച് വരുത്തിയാൽ മതി, ബാക്കി അവർ നോക്കിക്കോളൂ. ഞാൻ SI സാറിന് കംപ്ലയിൻറ്റ് കൊടുത്തു. ഞാൻ കുട്ടിയെ ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ കംപ്ലയിൻറ്റിന് ഏകദേശം 5-ാം തീയതി അന്ന് പിന്നെ ഞങ്ങളെ ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുമായിരുന്നു സ്റ്റേഷനിൽ. അപ്പോൾ 4-ാം തീയതി വൈകിട്ട് യവൻ സൈലൻറ്റ് കില്ലറാണ്. ഈ എന്തോ അക്ഷർ എന്ന് പറയുന്നവൻ അവരുടെ 2ാം ഭർത്താവ്, അവൻ സൈലൻറ്റ് കില്ലറാണ്, എനിക്ക് ഉറപ്പാണ്. കാരണം അവൻ മാനസികമായിട്ടാണ് ടോർച്ചർ ചെയ്യുന്നത്, എല്ലാവരെയും മാനസികമായിട്ടാണ് ടോർച്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ട് DYSP സാറിന് കംപ്ലയിൻറ്റ് കൊടുപ്പിച്ചു മോളെ കൊണ്ട്. എന്നിട്ട് 4-ാം തീയതി വൈകിട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നെ DYSP സാറ് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു. അപ്പോൾ 5-ാം തീയതി ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തത് കൊണ്ട് എനിക്ക് പിറ്റേ ദിവസം ലീവില്ല. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഞാൻ സ്റ്റേഷനിൽ പോവുകയും അപ്പോൾ അവിടെ നിന്ന് ഒരു സാറ് തന്നെ പറഞ്ഞു അവന് എന്തോ ഒരു ഉടായ്പുണ്ട്. കാരണം കൊച്ചിൻ്റെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ വേജേന അവളെയും കൊച്ചിനെയും ഞാൻ ചെല്ലണേന് മുന്നേ തന്നെ അവിടെ നിന്ന് മാറ്റി. കാരണം നിലവിൽ ഞാൻ കുട്ടിയെ കാണാൻ പാടില്ല, അത് അവൻ്റെ ഒരു ട്രാപ്പായിരുന്നു. ഇപ്പോഴും സംശയമുണ്ടല്ലേ ഇപ്പം ഈ മരണത്തിട്ടും? കാരണം ഇത്രയും സംശയമുള്ള പോലീസുകാർക്ക് ആ കുഞ്ഞിൻ്റെ മേത്തെ പാടൊന്നും അവർ കണ്ടില്ലായിരുന്നു. അന്നേരം ഒരു പാടും അവർ കണ്ടില്ലായിരുന്നു. അതാ പറഞ്ഞാൽ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ഇറങ്ങിപ്പോരാ. അതിൻ്റെ ബാക്കി കാര്യങ്ങളെപ്പറ്റി ഒന്ന് അന്വേഷിക്കുമോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഒരു പരാതി കൊണ്ട് ചെന്നാൽ അതിനകത്ത് എന്തെങ്കിലും സത്യങ്ങളുണ്ടോ, ഇവരെന്നതാണ് പറയുന്നത്, ഈ കുഞ്ഞിങ്ങനെ കിടന്ന് പീഡനം അനുഭവിക്കുന്നുണ്ടോ, ഇതൊന്നും നോക്കാനായിട്ടൊന്നും സമയമില്ല, ആർക്കും സമയമില്ല. നമ്മുടെ നിയമവും നമ്മുടെ നാടും ഒക്കെ സൂപ്പറല്ലേ, സൂപ്പർ. ഓരോ ദിവസം ഓരോരോ വാർത്തകളാണ് വരുന്നത്, ഓരോരോ വാർത്തകൾ. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് 19 വയസ്സ് കണ്ടുള്ളതെന്ന് തോന്നുന്നു, ബംഗാളിയായിട്ട് ബന്ധമുണ്ടായി, അങ്ങനെ ആ ഒരു കുഞ്ഞുണ്ടായി, അതിനെ എടുത്ത് ജനൽ ഇതൊക്കെ കളയാൻ വരുന്നൊരു മനസ്സ് നോർത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കുഞ്ഞായിരിക്കുന്ന സമയത്തൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന സമയത്ത് വീഴുമോ എന്നുള്ള വെപ്രാളമാണ്. അതുങ്ങളുടെ പുറകെ നടക്കാനേ നേരമുള്ളൂ. ഒന്ന് തട്ടുമോ വീഴുമോ എവിടെ നിന്ന് ഇടിക്കുമോ, ഒന്ന് കരഞ്ഞ ഉടനെ നമുക്ക് ടെൻഷനായി, കുഞ്ഞുങ്ങൾ എന്നെ തന്നെ കരയുന്നേ, എന്നേലും വയ്യാഴികയാണോ, വെപ്രാളമാണ് പിന്നെ. അതുപോലെയാണ്. എന്നിട്ട് ഒരു കുഞ്ഞുണ്ടായി, ആ ചോര കുഞ്ഞിനെ എടുത്ത് കളയാനൊക്കെ ഉള്ള മനസ്സ് വരിക. അതുകൊണ്ട് തന്നെ ആരും അറിഞ്ഞില്ല ആ കുഞ്ഞിനെ കളഞ്ഞുകൊണ്ട്. അതേസമയം ആ കൊച്ചിനെ കൊണ്ട് ഇവിടെ മര്യാദയ്ക്ക് അവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും പോയിരുന്നെങ്കിൽ ഇത്രയും നാറുകയല്ലായിരുന്നു. ഇപ്പം കേസായി, പ്രശ്നങ്ങളായി, ലോകം മൊത്തം അറിയുകയും ചെയ്തു. ഇങ്ങനെ കുറേ എണ്ണങ്ങൾ ഈ ഉണ്ടാക്കാൻ നേരം ചിന്തിക്കുകയില്ല, ഇത് ഇങ്ങനൊരു ഇതാകും, പിന്നെ എനിക്കിത് കളയേണ്ടി വരും എന്നൊന്നും ചിന്തിക്കുകയില്ല. അത് ഉണ്ടാക്കാവുന്ന സമയത്ത് ഇതൊന്നും ഓർമ്മയില്ല. എന്നതെല്ലാം മാർഗ്ഗങ്ങളുണ്ട്, അതൊന്നും നോക്കാതെ ഓരോന്നും ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഇതിനെയൊക്കെ പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനെയൊക്കെ കളയുക. ഇതൊക്കെ ഞാൻ പറയുന്നത് നിയമം ഒട്ടും സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. ഒരു ശകലം പോലും നിയമം സ്ട്രോങ് അല്ല. അതേസമയം ഒരു നിരപരാധിയാണെങ്കിൽ ഉണ്ടല്ലോ, ശരിക്കും പണി കിട്ടുകയും ചെയ്യും, കൊണ്ടുപോവുകയും ചെയ്യും, അവനിട്ട് കിട്ടാനുള്ള മൊത്തം കിട്ടുകയും ചെയ്യും. ഒരു നീതി ന്യായം ഒന്നും അവിടെ വരത്തില്ല. ഇങ്ങനെയുള്ളവർക്കൊക്കെ ആരും പരാതി കൊണ്ട് കൊടുത്താലും നോക്കാൻ പോകത്തില്ല, ഒന്നുമില്ല. ഈ ഒരു കുഞ്ഞിൻ്റെ ഈ ഒരു മരണത്തിന് നമുക്ക് എല്ലാം ആ നാടും നാട്ടുകാരും അവിടുത്തെ നിയമവും എല്ലാം കുറ്റക്കാരാണ്. അവിടുത്തെ വാർഡ് മെമ്പറുണ്ട്, അവർ ഞങ്ങളുടെയൊക്കെ ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ട്, വാർഡ് മെമ്പറുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ചേച്ചി അന്നേരം അവിടെ പോയി അന്വേഷിക്കും എന്നതാണ് അവിടെ സംഭവം നടക്കുന്നത്. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് അവർ ഓടി എല്ലായിടത്തും ചെല്ലുന്നുണ്ട്. അപ്പോൾ എന്നേലും ഒരു കാര്യമുണ്ട്, നമ്മൾ പറയുക ചേച്ചി ഇന്ന പോലെ ഒരു സംഭവം ഉണ്ട്, എന്നാന്ന് അറിയത്തില്ല ചേച്ചി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അവരോട് പോയി അവിടെ പോയ കാര്യങ്ങൾ അന്വേഷിക്കും, എന്നതാണ് സംഭവിക്കുന്നത് നോക്കും. അതുപോലെയാണ് ഇതിനകത്ത് ഒരു വാർഡ് മെമ്പറൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഈ വാർഡിലൊക്കെ ഇത്രയും സംഭവങ്ങൾ നടത്തി ഈ കുഞ്ഞിനെ ഇത്രയും ഇട്ട് ആ വീടിൻ്റെ ഷെയ്ഡിലൊക്കെ കുഞ്ഞിനെ നിർത്തുക. ഒരു കുഞ്ഞ് തന്നെ കയറി 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് തന്നെ കയറി ഷെയ്ഡിലൊന്നും നിൽക്കത്തില്ലല്ലോ. അതുപോലെ തന്നെ ഈ അഷ്കർ എന്ന് പറയുന്നത് അവൻ്റെ ഭാര്യനെ ഓട്ടോയിൽ നിന്നും തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അവർ വെച്ചാൽ യാദൃശികമായിട്ട് വീണു മരണപ്പെട്ടു എന്ന് ആക്കാനായിട്ട്. അതുപോലെ തന്നെ അവർക്ക് വിഷം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനോട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും അതിനെ അങ്ങ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാര്യം ഈവൻ ഈ കൊച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് തന്നെ ഇതിനെന്തെങ്കിലും സംഭവിച്ചു, ഇത് മരണപ്പെട്ടു എന്ന് വരുത്താൻ വേണ്ടിയാണ് ഇവൻ ഇത്രയും കാണിച്ചു കൂട്ടിയത്. ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് തലയ്ക്കത്തൊരു പെരുപ്പാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ഒരു മൈൻഡ് വരുന്നതെന്നാണ് ഓർക്കുന്നത്. ഇവനും തന്നെയല്ല, അവൻ്റെ അമ്മയ്ക്കിട്ടും കിട്ടണം ശിക്ഷ, അവൻ്റെ പെങ്ങൾക്കും കിട്ടണം, ഇവനിട്ടും കിട്ടും. ഇത്ര എണ്ണത്തിനെ നല്ല നിയമമായിട്ട് ഇതിനെ എല്ലാത്തിനും കൊണ്ടുണ്ട്. ആ പെങ്കൊച്ചിനെ ഇപ്പോൾ ആ ഒരു കോലത്തിലാക്കി ഇരുത്തിക്കുന്നുണ്ടോ, നല്ല സുന്ദരി ഒരു കൊച്ച. അതിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ, നല്ലൊരു കൊച്ചാണ്. അതിൻ്റെ ഒരു അവസ്ഥ നോക്കി, പാവങ്ങളുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. പൈസ വാരി എറിയാൻ നിവൃത്തി ഉണ്ടെങ്കിൽ എന്നതിലൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവൻ ഈ ഒരു പ്രശ്നം വന്നിങ്ങനെ അകത്തായതുകൊണ്ടാണ് ഈ ഒരു പെങ്കൊച്ചിൻ്റെ കാര്യം കൂടി ഇപ്പോൾ പുറലോകം അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഒരിക്കലും അറിയാലോ, ഇതും ഒരിക്കലും അറിയാലോ. അവരാരോടും പറയാം, ചുറ്റുവട്ടത്തുള്ളവരോടൊക്കെ ഇത് പറയും, അവിടെ കൊണ്ട് അത് നിൽക്കും. ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നു, ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയതുകൊണ്ട് മാത്രമാണ് ഈ പെണ്ണ് അനുഭവിച്ച ആ ഒരു പീഡനം മൊത്തം പുറത്തു വന്നത്. സ്ത്രീകൾക്ക് സംരക്ഷണം, സ്ത്രീകളെ നോക്കുന്നവർക്ക് കേസ്, മറ്റത് മറിച്ചത്, മാങ്ങാത്തൊലി. എന്നിട്ട് എന്തിയെ വല്ലതും നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ല.
അനുഭവിക്കാനുള്ളവർ മൊത്തം കിടന്ന് അനുഭവിക്കുന്നുണ്ട്. അതേസമയം സാമർത്ഥ്യമുള്ള പെണ്ണുങ്ങളൊക്കെ കെട്ടിയവന്മാരെ ഉപദ്രവിച്ച്, കെട്ടിയവൻ്റെ വീട്ടുകാരെ ഉപദ്രവിച്ച്, കുഞ്ഞുങ്ങളെ കളഞ്ഞിച്ച് പോകുന്ന ഇവൾമാർക്കൊക്കെ നീതിയും ന്യായങ്ങളും എല്ലാം ഉണ്ട്. അല്ലാതെ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒന്നുമില്ല. കേരളത്തെ ഓർത്ത് നമുക്ക് തന്നെ നാണം തോന്നുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാടിനെ പറ്റി ഓർക്കാൻ വരുന്നത്. എല്ലാ കാര്യങ്ങളും അതെ, എല്ലാ കാര്യങ്ങളും. തല്ലിക്കൊല്ലുക, കുത്തിക്കൊല്ലുക, പീഡിപ്പിച്ച് കൊല്ലുക, എന്നതൊക്കെയാണ് കേൾക്കുന്നത്. പൊടി കൊച്ചുങ്ങളെ കൊല്ലുക, ഇതൊക്കെ ഉള്ളൂ മൊത്തം. ഇനി ഒരു നാട്ടിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ വാർത്ത വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ ഇനി ഇങ്ങനെയൊന്നും കേൾക്കാൻ ഇടയാകല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയാൻ ഇടയാകരുത് എന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എന്നാണെന്നറിയുമോ, കുറച്ച് നാൾ ഇവർ അകത്ത് കിടക്കും, അത് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ജാമ്യം കിട്ടി ഇവർ പുറത്തിറങ്ങും. പിന്നെ ഇവർക്കൊന്നൊരു വിഷയമല്ല. അതാണ് കാരണം. ഇവരൊക്കെ ഈ പുറത്തിറങ്ങി പിന്നെയും ജാമ്യം കിട്ടി, ഒരു വക്കീലിനെ വെച്ച് ജാമ്യം കിട്ടി ഇവരെല്ലാം പുറത്തിറങ്ങും. എന്നെയാണെങ്കിലും കണ്ടു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഭയമാണ് തോന്നുന്നത്. സമൂഹമൊക്കെ എത്രമാത്രം ഈ അധപ്പതിച്ച് നോർക്കുമ്പോഴത്തേക്ക്. എന്നാലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.